റേഡിയോ ജൻവാണി 90.8 FM മലയാളത്തിന്റെ മധുരതരംഗം. കാതോരം മിനിമൊഴിയും വർണ്ണങ്ങൾ കതിച്ചൊരിയും ഒന്നാകും മനസ്സുകളിൽ അറിവിൻ പുഞ്ചിരി മഴയാ ചുവടുകളിൽ ജൻവാണി 90.8 കമ്മ്യൂണിറ്റി FM റേഡിയോ പാനൂർ. FM ഓപ്പൺ സ്പേസ്, പാട്ടിനപ്പുറം അല്പം വിജ്ഞാനം. അക്ഷരമുറ്റത്ത് നിന്ന് ഡിജിറ്റൽ സ്ക്രീനുകളിലേക്ക് മാറുന്ന വായനയും മലയാളിയുടെ വർത്തമാനവും. ജൂൺ 19 വായന ദിനം. തയ്യാറാക്കിയത് ടി ഷാഹുൽ ഹമീദ്. കേരളത്തിൽ ഗ്രന്ഥശാല പ്രസ്ഥാനത്തിന് അടിത്തറയിടുകയും വായിച്ചു വളരുക, ചിന്തിച്ചു വിവേകം നേടുക എന്ന മഹത്തായ സന്ദേശം ജനഹൃദയങ്ങളിലേക്ക് പകർന്നു നൽകുകയും ചെയ്ത PN പണിക്കരുടെ ചരമദിനമായ ജൂൺ 19 വായനാ ദിനമായി ആചരിക്കുകയാണ്. അക്ഷരങ്ങൾ അറിയാത്ത ഒരു ജനതയെ അറിവിന്റെ വെളിച്ചത്തിലേക്ക് നയിച്ച അദ്ദേഹത്തിന്റെ ഓർമ്മകൾ പുതുക്കുന്ന ഈ ദിനം സമകാലിക ലോകത്ത് വായനയുടെ പുതിയ ഭാവഭേദങ്ങളെക്കുറിച്ച് പുനർവിചാരം നടത്താൻ കൂടിയുള്ള ഒരവസരമാണ്. മാറുന്ന മാധ്യമങ്ങളും ജെൻസി തലമുറയും. ഇന്നത്തെ തലമുറയ്ക്ക് വായന കുറഞ്ഞു പോകുന്നു എന്നൊരു പൊതുവിമർശനം മുതിർന്നവർക്കിടയിൽ എപ്പോഴും ഉയരാറുണ്ട്. പുസ്തകങ്ങളുടെ താളുകൾ മണത്ത് ലൈബ്രറികളിൽ പോയി മണിക്കൂറുകളോളം ചെലവഴിക്കുന്ന പഴയ രീതി ഇന്നത്തെ കുട്ടികളിൽ കുറവാണ് എന്നത് യാഥാർത്ഥ്യമാണ്. എന്നാൽ വായന പൂർണ്ണമായി നിലച്ചുപോയി എന്ന് ഇതിനർത്ഥമില്ല. പകരം വായനയുടെ മാധ്യമം മാറിയിരിക്കുന്നു എന്നതാണ് സത്യം. പുതിയ തലമുറ അഥവാ ജെൻസി ഡിജിറ്റൽ ലോകത്തെ വായനക്കാരാണ്. സ്മാർട്ട് ഫോണുകളും കിൻഡിലുകളും ടാബ്ലറ്റുകളുമാണ് ഇവരുടെ പുസ്തകശാലകൾ. ഓഡിയോ ബുക്കുകൾ, വെബ് നോവലുകൾ, സോഷ്യൽ മീഡിയയിലൂടെ പുസ്തകങ്ങളെ പരിചയപ്പെടുത്തുന്ന ബുക്ക് ടോക്ക് ട്രെൻഡുകൾ എന്നിവ ഇന്ന് യുവാക്കൾക്കിടയിൽ പുതിയൊരു വായനാ സംസ്കാരം രൂപപ്പെടുത്തിയിട്ടുണ്ട്. വിവരങ്ങളുടെ അതിവേഗ ലഭ്യതയും ബഹുമാധ്യമ വായനയും ഇവരുടെ പോസിറ്റീവ് വശങ്ങളാണെങ്കിൽ, ഏകാഗ്രതയുടെ കുറവും ആഴത്തിലുള്ള വായനയിൽ നിന്നുള്ള പിൻവാങ്ങലും ഇവർ നേരിടുന്ന വെല്ലുവിളികളാണ്. സ്ത്രീകളിൽ കുറയുന്ന വായനയും കാരണങ്ങളും പ്രതിവിധികളും. കേരളത്തിന്റെ സാംസ്കാരിക ചരിത്രത്തിൽ സ്ത്രീകളുടെ വായനയ്ക്ക് വലിയൊരു സ്ഥാനമുണ്ട്. പണ്ട് അടുക്കളകളിൽ ഒതുങ്ങിപ്പോയ സ്ത്രീ ജീവിതങ്ങൾക്ക് വിമോചനത്തിന്റെ വെളിച്ചം നൽകിയത് വായനയായിരുന്നു. എന്നാൽ ആധുനിക കാലത്ത് സ്ത്രീകളുടെ വായനാശീലത്തിൽ വലിയൊരു കുറവ് സംഭവിച്ചിട്ടുണ്ട്. കരിയറും കുടുംബവും ഒരുമിച്ച് കൊണ്ടുപോകുന്ന ഇരട്ട ഉത്തരവാദിത്തങ്ങൾക്കിടയിൽ സ്വന്തമായി വായനയ്ക്കായി മാറ്റിവെക്കാൻ അവർക്ക് സമയം ലഭിക്കുന്നില്ല എന്നതാണ് പ്രധാന കാരണം. ഇതിനൊപ്പം സോഷ്യൽ മീഡിയ റീലുകളും OTT പ്ലാറ്റ്ഫോമുകളും ഇവരുടെ ഒഴിവു സമയങ്ങളെ കവർന്നെടുക്കുന്നു. ഈ അവസ്ഥയ്ക്ക് മാറ്റം വരുത്താൻ ഡിജിറ്റൽ സാങ്കേതിക വിദ്യയെ തന്നെ കൂട്ടുപിടിക്കാവുന്നതാണ്. വീട്ടുജോലികൾ ചെയ്യുമ്പോഴോ യാത്രകളിലോ കേൾക്കാൻ സാധിക്കുന്ന തരത്തിൽ ഓഡിയോ ബുക്ക് ആപ്പുകൾ ഉപയോഗിക്കാൻ സ്ത്രീകളെ പ്രോത്സാഹിപ്പിക്കാം. കുടുംബാംഗങ്ങൾ വീട്ടുജോലികൾ പങ്കിട്ടെടുത്താൽ സ്ത്രീകൾക്ക് സ്വന്തം മാനസിക സന്തോഷത്തിനായി കുറച്ച് സമയം കണ്ടെത്താൻ സാധിക്കും. അയൽപ്പക്കങ്ങൾ കേന്ദ്രീകരിച്ച് ചെറിയ വനിതാ വായനാ കൂട്ടായ്മകൾ രൂപീകരിക്കുന്നതും വായനയെ തിരികെ കൊണ്ടുവരാൻ സഹായിക്കും. പൊതുവിടങ്ങളിലെ വായനയും കേരളത്തിലെ വായന വിപ്ലവങ്ങളും. വായന എന്നത് വീടിന്റെ 4 ചുവരുകൾക്കുള്ളിലോ ലൈബ്രറികൾക്കുള്ളിലോ മാത്രം ഒതുങ്ങേണ്ട ഒന്നല്ല, മറിച്ച് അതൊരു സാമൂഹിക ശീലമായി മാറണം. പൊതുവിടങ്ങളിൽ വായന പ്രോത്സാഹിപ്പിക്കുന്നതിൽ കേരളം സമീപകാലത്ത് മാതൃകാപരമായ ചില വിപ്ലവങ്ങൾക്ക് സാക്ഷ്യം വഹിച്ചിട്ടുണ്ട്. പുസ്തക ഗ്രാമങ്ങളുടെ ഉദയം. പുസ്തക ഗ്രാമം എന്ന പദവി നേടിയ കൊല്ലം ജില്ലയിലെ പെരിങ്കുളം ഇന്ത്യക്ക് തന്നെ മാതൃകയാണ്. തെരുവുകളിലെല്ലാം പൊതുജനങ്ങൾക്കായി സ്ഥാപിച്ചിട്ടുള്ള പുസ്തകക്കൂടുകൾ, നടന്നു പോകുന്ന വഴികളിൽ നിന്ന് പുസ്തകമെടുത്ത് വായിക്കുന്ന ഒരു ജനതയെ അവിടെ കാണാം. കണ്ണൂരിലെയും കോഴിക്കോട്ടിലെയും ഉൾപ്പെടെ കേരളത്തിലെ പല ഗ്രാമങ്ങളും ഇന്ന് ഈ മാതൃക പിന്തുടരുന്നുണ്ട്. കുടുംബശ്രീയും തദ്ദേശ സ്ഥാപനങ്ങളും. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെയും കുടുംബശ്രീയുടെയും നേതൃത്വത്തിൽ സ്ത്രീകൾക്കായി മാത്രമുള്ള പ്രത്യേക വായനമുറികളും വനിതാ ലൈബ്രറികളും ഇന്ന് കേരളത്തിലുടനീളം പ്രവർത്തിക്കുന്നുണ്ട്. ലൈബ്രറിയിൽ പോകാൻ സാധിക്കാത്ത വീട്ടമ്മമാർക്കായി വീട്ടുപടിക്കൽ പുസ്തകം എത്തിക്കുന്ന വനിതാ പുസ്തക വിതരണക്കാരും ഇന്ന് സജീവമാണ്. ട്രാൻസിറ്റ് ലൈബ്രറികൾ.
റെയിൽവേ സ്റ്റേഷനുകൾ, ബസ് സ്റ്റാൻഡുകൾ എന്നിവിടങ്ങളിൽ എടുത്തു വായിച്ച് തിരികെ വയ്ക്കാവുന്ന ചെറിയ ഓപ്പൺ ബുക്ക് ഷെൽഫുകൾ സ്ഥാപിക്കുന്ന രീതി ഇന്ന് വ്യാപകമാവുന്നുണ്ട്. യാത്രക്കാരുടെ കാത്തിരിപ്പ് സമയം അറിവുള്ളതാക്കാൻ ഇത് സഹായിക്കുന്നു. ലോക മാതൃകകളും പുതിയ സമീപനങ്ങളും. വായന ഒരു ജനതയുടെ വികാസത്തെ എത്രത്തോളം സ്വാധീനിക്കുന്നു എന്നതിന് മികച്ച ഉദാഹരണങ്ങളാണ് ഫിൻലൻഡ്, ഐസ്ലൻഡ് തുടങ്ങിയ രാജ്യം. ഐസ്ലൻഡിൽ ക്രിസ്മസ് തലേന്ന് പരസ്പരം പുസ്തകങ്ങൾ സമ്മാനിക്കുന്ന യോലബുക്കാഫ്ലത്ത് എന്നൊരു ആചാരം തന്നെയുണ്ട്. ഡിജിറ്റൽ യുഗത്തിൽ ഓൺലൈൻ വായന ഒഴിവാക്കാൻ കഴിയാത്ത ഒന്നായി മാറിയിരിക്കുകയാണ് ഓൺലൈൻ വായന. എന്നാൽ മെസ്സേജുകളും നോട്ടിഫിക്കേഷനുകളും കാരണം ഏകാഗ്രത നഷ്ടപ്പെടുന്നതും കണ്ണിനുണ്ടാകുന്ന ആയാസവും ഇതിന്റെ പോരായ്മകളാണ്. ഇതിനെ മറികടക്കാൻ പരമ്പരാഗത വായനയ്ക്കൊപ്പം ചില പുതിയ സമീപനങ്ങൾ നമുക്ക് സ്വീകരിക്കാം. ഓഡിയോ ബുക്കുകൾ. യാത്രകളിലും ജോലിക്കിടയിലും സ്റ്റോറി ടെൽ, ഓഡിബിൾ തുടങ്ങിയ ആപ്പുകൾ വഴി പുസ്തകങ്ങൾ കേൾക്കാം. ഇ റീഡറുകൾ. കണ്ണിന് ആയാസമുണ്ടാക്കാത്ത കിൻഡിൽ പോലുള്ള ഡിവൈസുകൾ ഉപയോഗിക്കാം. ബുക്ക് ക്ലബ്ബുകൾ. ഗുഡ് റീഡ്സ് പോലുള്ള പ്ലാറ്റ്ഫോമുകളിലൂടെയും സോഷ്യൽ മീഡിയ കൂട്ടായ്മകളിലൂടെയും കൂട്ടായ വായന പ്രോത്സാഹിപ്പിക്കാം. മൈക്രോ റീഡിംഗ്. ദിവസവും 10 പേജ് അല്ലെങ്കിൽ 15 മിനിറ്റ് നേരം വായിക്കുക എന്ന ചെറിയ ലക്ഷ്യത്തോടെ വായന ആരംഭിക്കാം. വായനശാലകളുടെ നവീകരണം. നമ്മുടെ ഗ്രാമീണ വായനശാലകളിൽ കേവലം പുസ്തകങ്ങൾ അടുക്കി വെക്കുന്ന ഇടങ്ങൾ എന്നതിൽ നിന്ന് മാറി വൈഫൈ, ഡിജിറ്റൽ ആർക്കൈവുകൾ, ഇ റീഡറുകൾ എന്നിവയുള്ള നോളജ് ഹബ്ബുകളായി മാറണം. വലിയ നഗരങ്ങളിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന സാഹിത്യോത്സവങ്ങൾ പഞ്ചായത്ത് തലത്തിൽ സംഘടിപ്പിക്കേണ്ടതുണ്ട്. കാഴ്ച പരിമിതിയുള്ളവർക്കും മറ്റ് ഭിന്നശേഷിക്കാർക്കും കൂടി പ്രയോജനപ്പെടുന്ന രീതിയിൽ ബ്രെയിലി പുസ്തകങ്ങളും ഓഡിയോ ലൈബ്രറികളും പ്രാദേശിക തലത്തിൽ ലഭ്യമാക്കണം. മാധ്യമങ്ങൾ അച്ചടിയിൽ നിന്ന് ഡിജിറ്റലിലേക്ക് മാറിയാലും അറിവിന്റെ മൂല്യം മാറുന്നില്ല. സ്ക്രീനിലായാലും പേപ്പറിലായാലും വായന മനുഷ്യനെ സംസ്കരിക്കുകയും ചിന്തകളെ ഉണർത്തുകയും ചെയ്യുന്നു. PN പണിക്കർ വിഭാവനം ചെയ്ത അറിവുള്ള സമൂഹം വാർത്തെടുക്കാൻ വായനയുടെ പുതിയ രൂപങ്ങളെ നാം സ്വാഗതം ചെയ്യണം. വരും തലമുറയ്ക്കായി നമുക്ക് വായനയുടെ പുതിയ വാതിലുകൾ തുറന്നിടാം. തയ്യാറാക്കിയത് ടി ഷാഹുൽ ഹമീദ്. FM ഓപ്പൺ സ്പേസ്. പാട്ടിനപ്പുറം അല്പം വിജ്ഞാനം.